അപ്പോൾ ഗൈസ് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് തുറന്നു നോക്കാം ഗൈസ്. അത് കാണും. പിന്നെ ഇവിടെ കുറച്ച് സ്പോഞ്ചും മറ്റേ പൊട്ടിക്കുന്ന സാധനമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കുക. അപ്പം ഇങ്ങനെയാണ് സാധനം വരുന്നത്. നമ്മൾ ഫിജിക്കാട്ടിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ 6 തരത്തിലുള്ള മോഡുണ്ട്. ടൈമർ വയ്ക്കാനുള്ളതുണ്ട്, പിന്നെ ബാർബിക്യൂ പോലെ ചെയ്യാനുള്ള ബട്ടണൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഏത് തരത്തിലുള്ള പാത്രങ്ങളും വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് 2200 വാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് കറണ്ടും ലാഭിക്കാം, ഗ്യാസ് വാങ്ങിക്കൊണ്ട് കാശും ലാഭിക്കാം. ഇതിൽ പിന്നെ എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം കുറയ്ക്കണം സ്വിച്ച്. ഇതിൽ 6 തരത്തിലുള്ള സ്വിച്ചുകളുണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വെറുതെ കുത്തിയിട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് ഞെക്കിയിട്ട് മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇത് 4 ഡിജിറ്റുള്ള LED ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് സമയം ടൈമർ വെച്ചിട്ട് നമുക്ക് അതിൻ്റേതനുസരിച്ചിട്ട് ടൈമിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന് മുകളിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വെള്ളം തിളപ്പിക്കാനാണെങ്കിലും നമുക്ക് ഈ ബട്ടൺ ഞെക്കിയിട്ട് വെറുതെ ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ വല്ല ചപ്പാത്തിയോ എന്തെങ്കിലും വറുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് വറുക്കാനും പറ്റും. ഇതാകുമ്പോൾ 3 പിന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ 10 വാട്ടിന് നമ്മൾ സാധാരണ കുത്തുന്ന സ്വിച്ചുകളിൽ ഇതിലൊന്നും പറ്റില്ല. നമുക്ക് 20 വാട്ടിൻ്റെ 3 പിൻ കേസ് വരും ഇത് കുത്തണമെങ്കിൽ. ഇതിൽ 250 വോൾട്ട് AC കറണ്ടാണ് ഓടുന്നത്. അതുകൊണ്ട് അധികം അപകടങ്ങളൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് കറണ്ട് പോലെയല്ല. ഇതിൻ്റെ എല്ലാ പാർട്സിനും എല്ലാ സാധനത്തിനും 1 ഇയർ വാറൻറ്റി ഉണ്ട്. ഇതാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കൂടുന്നത് നിക്രോം വയറിലാണ്. നിക്രോം വയറാണെങ്കിൽ നല്ലോണം ചൂടായിട്ട് പെട്ടെന്ന് ചൂടാവാനുള്ള കഴിവുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും നമുക്കിതിൽ വെച്ച് വേവിച്ചെടുക്കാനോ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഏത് പാത്രമായാലും നല്ലോണം ചൂടായിട്ട് വരും ഗൈസ്. 300 സെൽഷ്യസാണ് ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഗൈസ്. കുറച്ച് നേരം വെച്ചിട്ടുള്ള നമ്മൾ 2 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടില്ല. അത്ര പെട്ടെന്ന് തന്നെ വെള്ളം ചൂടായി കിട്ടും. എല്ലാ സാധനങ്ങളും പെട്ടെന്നും വളരെ ഈസി ആയിട്ടും നമ്മുടെ മുതിർന്നവരൊക്കെ ആണെങ്കിൽ, വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലാകുമ്പോൾ ഇപ്പോൾ കുട്ടികൾ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്താണ് വയ്ക്കുന്നത് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ കുട്ടികൾ അതിൽ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ വലിയ പരുക്കൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും തൊട്ടാലൊന്നും കുഴപ്പമില്ല, ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.